ഇന്നലെ മുതൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന ഒരു നാടകത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ഡിവൈഎഫ്ഐ ആളെ കൂട്ടാൻ സംസ്ഥാന സമ്മേളനങ്ങളിൽ ക്യാബറെ നൃത്തം നടത്തുന്നു എന്ന പേരിൽ ഒരു ചെറിയ വീഡിയോ ശകലം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. വലത് സംഘടനകളും വലത് രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് അനുയായികളും BJP അനുയായികളും ഇത് വലിയ രീതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്താണ് സത്യം? ഡിവൈഎഫ്ഐ അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ നടത്തിയത് ക്യാബറെ നൃത്തമാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ചരിത്രമറിയാത്ത ഒരു വലിയ വിഭാഗം മനുഷ്യരാണ് ഇതിനെ ക്യാബറയായി ചിത്രീകരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കണ്ടാൽ അത് ക്യാബറെ നൃത്തമാണ് എന്ന് കരുതുന്നത് സ്ത്രീവിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണമാണ്. എന്താണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ നടന്നത്? അവിടെ നടന്ന നാടകത്തിൻ്റെ പേരാണ് മിസ. ചിലങ്ക എന്ന നാടക ഗ്രൂപ്പ് അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രമേയമായ നാടകം. അത് ആരുടെ കഥയാണ് എന്നറിയണമെങ്കിൽ നമ്മൾ ചരിത്രം അറിഞ്ഞിരിക്കണം. അടിയന്തരാവസ്ഥ കാലത്തെ നമ്മൾ ഓർത്തിരിക്കണം. ഒരാളുടെ പേര് പറഞ്ഞ് തന്നെ തുടങ്ങാം. പേര് സ്നേഹലത റെഡ്ഡി. ജനനം 1932 ആന്ധ്രാപ്രദേശിൽ. നടി, നാടക പ്രവർത്തക, ചലച്ചിത്ര പ്രവർത്തക, എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക. ബ്രിട്ടീഷുകാരോടായാലും ഇന്ത്യൻ ഭരണകൂടത്തോടായാലും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെറുപ്പം മുതൽ നിലകൊണ്ട ഒരു വ്യക്തിത്വം. ഭർത്താവ് പട്ടാമി രാമറെഡ്ഡിയും സ്നേഹലതയും റാം മനോഹർ ലോഹിയയുടെ അടുത്ത അനുയായികളായിരുന്നു. പട്ടാഭിരാമ റെഡ്ഡി സംവിധാനം ചെയ്ത യാഥാസ്ഥിക ഇന്ത്യൻ ജാതി സമൂഹത്തെ വെല്ലുവിളിച്ച സംസ്കാര എന്ന സിനിമയിലെ ചന്ദ്രി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് സ്നേഹലത ദേശീയ ശ്രദ്ധ നേടി. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയിൽ മിസ നിയമപ്രകാരം അറസ്റ്റിലായി ജയിലിലായി. ജയിലിലെത്തുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ നഗ്നയാക്കി പരേഡ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് സ്നേഹല തന്നെ തൻ്റെ സ്വന്തം ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. 8 മാസത്തിലധികം ജയിൽവാസം. ചികിത്സ നിഷേധിക്കപ്പെട്ടു. 2 തവണ കോമയിലായി. തീർത്തും അവശയായതോടെ പരോൾ നൽകി മോചിപ്പിച്ചു. പരോൾ ലഭിച്ച് 5-ാം ദിവസം, അതായത് മോചിതയായതിനു ശേഷം 5-ാം ദിവസം 1977 ജനുവരി 20 ജയിലിലെ പീഡാനുഭവങ്ങളുടെ ഫലമായി ആ സ്ത്രീ മരിച്ചു. ഒരു വിപ്ലവ പോരാളിയെ ഭരണകൂടം കൊന്നു എന്ന് തന്നെ പറയണം. സ്നേഹലതയുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ നാടകാവിഷ്കാരമാണ് കോഴിക്കോട്ടെ ചിലങ്ക തിയേറ്റർ ഡിവൈഎഫ്ഐ സമ്മേളനത്തിനോടനുബന്ധിച്ച് അവതരിപ്പിച്ച മിസ എന്ന നാടകം. അതിനെയാണ് നഗ്നതാ പ്രദർശനമെന്നും ക്യാബറയെന്നും ആളെ കൂട്ടാൻ തുണിയുരുന്നു എന്നും അധിക്ഷേപിച്ച് പരിഹസിക്കാൻ കേരളത്തിലെ ആളുകൾ വട്ടം കൂടിയത്. സാധാരണ മനുഷ്യരല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ അനുയായികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതും വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത ചിന്താധാരകളിൽപ്പെട്ട ആളുകളുണ്ടായി എന്നത് നിശ്ചയമായും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്. കാരണം അവരവിടെ അപഹസിക്കുന്നത് ഡിവൈഎഫ്ഐ അല്ല, സ്നേഹലത റെഡ്ഡി എന്ന ഒരു വിപ്ലവകാരിയാണ്. മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടിയും സ്വന്തം ജീവൻ ത്യജിച്ച ഒരു സ്ത്രീയാണ്.